ഹലോ ഗേസ്, അങ്ങനെ ഞങ്ങൾ അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രോപ്പർട്ടി കാണിച്ചു കൊടുക്കും. എൻ്റെ അമ്മേ, മഴ മല രണ്ടും നല്ല പോലെയുണ്ട്. ഇതാണ് സ്ഥലം. അതിമനോഹരമായ ഗ്രാമം, കീക്കപ്പാടം എന്ന ഗ്രാമം. അപ്പോൾ ഞങ്ങൾ പുതിയ റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ വിശേഷങ്ങൾ. ഇത് പുതിയതല്ലേ റിസോർട്ട്? പുതിയത് ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്തത്. നീ അങ്ങനെ പഴയതാക്കണ്ട. നിന്റെ വയസ്സല്ല ചോദിച്ചത്, അവര് റിസോർട്ടിന്റെ കാര്യമായിട്ടാ പറഞ്ഞു. തലക്കുനി എന്റെ ബാക്കിൽ കയറുന്നു. അല്ല, ചായലെടുത്ത് മേത്തേക്ക് വർക്ക് അറിയില്ല. അപ്പോൾ ഓക്കെ, ഞാനപ്പം റിസോർട്ടിന്റെ അയ്യോ അതല്ല, സോറി, ഇത് റിസപ്ഷൻ അല്ലേ? ഇതാണ് റിസപ്ഷൻ. അതുണ്ട മഴ, കുന്ന്. ഇവിടെയാണ് നമ്മൾ വണ്ടി വെച്ചിട്ടുള്ളത്. എന്താ ചാറ്റൽ മഴ ഉണ്ട്. എവിടെ എന്തെങ്കിലും പ്രശ്നം നീ അങ്ങോട്ട് നോക്കിയിട്ടുണ്ട് കർത്താവേന്നും പറഞ്ഞു. ഓ, ഇന്നലെ ഉണ്ട് പുറഞ്ചൊറിയുന്നതിൽ ഇപ്പൊ ഒരു സമാധാനായി. പുറം മാന്ത. ഇതാണ് ഇവിടുത്തെ ഭംഗി. എന്താണ് ഞാൻ പറയാൻ വന്നത്? ഇതാണ്. എന്ത് രസം! ഈ പച്ചപ്പുല്ലല്ലെങ്കിലും പച്ചപ്പുല്ല് പോലെ ഉണ്ട്. കണ്ടാ? മരത്തിന്റെ ഭംഗി. ഇത് കുലിക്കാൻ വെള്ളം പോകുകയായിരുന്നു. കുലിക്ക്. അപ്പോൾ ഓക്കെ, നമുക്കൊന്ന് ചെക്ക് ഇൻ ചെയ്യാം. വയനാട് മേപ്പാടിയിലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് ലീൽ റിസോർട്ട്. നമ്മൾ റീസെൻ്റ്ലി ഇൻസ്റ്റഗ്രാമിൽ ഇതിൻ്റെ ഒരു കോണ്ടന്റ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നല്ല വ്യൂ ആയിരുന്നു. നമ്മൾ പോയ സമയത്ത് നല്ല മഴയുണ്ടായിരുന്നത് കൊണ്ട് തന്നെ നല്ല മൂടൽമഞ്ഞുണ്ടായിരുന്നു. ഇവിടെ കുരങ്ങന്മാരൊക്കെ ഒത്തിരി ഉള്ള ഒരു സ്ഥലമാണെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. ഈ റിസോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രൈവസി തന്നെയാണ്. ഫാമിലി, ബാച്ചുലേഴ്സ്, അതേപോലെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു റിസോർട്ടാണ് കേട്ടോ ലീൽ റിസോർട്ട്. എങ്ങനെയുണ്ട് മഴ? ഏത് മൂട്! ഇവിടെയാണ് ആന വരുന്നതെന്ന് പറഞ്ഞ സ്ഥലം അല്ലേ? ആനകൾ രാവിലെ ഇറങ്ങുമല്ലോ ഇവിടെ. ഇറങ്ങും. നമ്മള് ആ സമയത്ത് എന്തെങ്കിലും കാണിച്ചു തരാം. അതെ അതെ, നമ്മള് പറയുന്ന സമയത്ത് അവര് ഇറങ്ങുമെന്ന് അറിയില്ല. അതാണ് മയക്കോട്ട് ഇട്ടിട്ട് വരാം. ഗെയ്സ്, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം ഗെയ്സ്. ഓക്കെ, എങ്ങനെയുണ്ട് എഗരൂട്ട്? നീ തുടങ്ങിയാ? അപ്പൊ ഇതിന്റെ വീഡിയോ എടുക്കണ്ട വളമ്പുന്നത്? കൊറേ തൊപ്പിയുണ്ട. ഇതുണ്ടാ ഇതില് ബാക്കിയെല്ലാം എടുത്തു. നേരത്തെ ഉണ്ടായില്ല, ഇതിൽ 2-3 ഉള്ളത്. ഓളെ റൂമില് മറ്റേത് ഇതെല്ലാം കടന്നിട്ട് കുളിക്കുന്നുണ്ടോ? നിനക്ക് ചിക്കൻ കറി എത്ര വയ്ക്കണ്ടേ? ഇത് മതിയോ? കണ്ടിട്ടും കൂടിയില്ല. നോക്ക്, മതിയോ? എത്ര വെച്ചാ ഞാൻ വെച്ചോളാം. അതാവും നന്നാവാ. Here is the chapati and കടുകൂറ. I don't want this. ഞാൻ എന്റെ ആഭരണങ്ങൾ ഊരിയൊക്കെ ഇട്ടു പിടിച്ച. ആടെ ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് തന്നെ വരണം നിനക്ക്.
വേണ്ട എൻ്റെ ആഭരണങ്ങൾ രാത്രി പോലും ഉറങ്ങുമ്പോ പോലും ഈ വക സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇതെന്തെന്ന് മുത്തിന്റെ സ്വന്തം കൂടെ വാവാ. അയ്യോ അയ്യോ. എടാ നിന്നെ ഡോക്ടർ തമിയും വിളിക്കുന്നുണ്ട്, വീഡിയോ കോൾ ആക്കുന്നുണ്ട്. നിന്റെ ഡോക്ടർ? എനിക്ക് പേഴ്സണലി ഡോക്ടർ അല്ലേ. ഹലോ പൈസ കൊടുക്കണ്ട എന്നിട്ട്. ഹലോ ഗേസ് ഇതാണ് നമ്മളെ ഫ്രണ്ട് തമീം, നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് തമീം. ഡോക്ടറാണ് ഇവിടെ വയനാടുണ്ട്. ഒരു ഹായ് പറഞ്ഞേ, നമ്മളെ പ്രേക്ഷകരോട് ഒരു ഹായ് പറഞ്ഞേ. പ്രേക്ഷകര് ഞാൻ പറഞ്ഞ പ്രേക്ഷകരോട് എനിക്ക് സ്ഥിരം മരുന്ന് തരുന്നത് നീയാന്ന് പറഞ്ഞത്. ഞാൻ ഓരോരോ സമയത്ത് വിളിക്കും, എന്തറിയോ, ഡോക്ടറെ ചെറിയൊരു നെഞ്ചുവേദന, അതിനെന്ത് ചെയ്യണം, എന്തൊക്കെയും ഗ്യാസ് ട്രബിൾ ആയിരിക്കും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വിളിക്കും, ഡോക്ടറെ ചെറിയൊരു തലവേദന, തുമ്മിയാ മതി. അപ്പൊ ഞാൻ അവനെ വിളിക്കും. ഇവൻ ഓരോന്നിനും മരുന്ന് പറഞ്ഞിട്ടില്ലല്ലേ പാടി. നിങ്ങളുടെ പേഴ്സണൽ ടോക്ക്. നിന്റെ കഞ്ഞിയതാണ്, പക്ഷെ നീ എനിക്ക് പറഞ്ഞ മരുന്നിന്റെ ഫീസ് ഉണ്ടെങ്കിൽ നിനക്ക് കൊര കേട്ടാ. ഇത് ഞങ്ങൾ പഞ്ചാബികള് ഞങ്ങൾ പഞ്ചാബികള് സിംഗ് കേട്ടിട്ട് എന്ത് പേരിന്റെ മുമ്പ് എന്ത് വിളിക്കല്? നിയാസ് സിംഗ്. നിയാസ് സിംഗ് പാജി. അതെ മറ്റേ ഓടാത്തണ്ട് ഈ ഭാഗം കട്ടയുടെ. മോർണിംഗ് എവ്രി വൺ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞാൻ ഏകദേശം പല്ലൊക്കെ തേച്ച് റെഡിയായി, നല്ല കുട്ടിയായിട്ടുണ്ട്. ഞാൻ നേരത്തെ അവനെ വിളിച്ചിട്ടുണ്ടായി എണീക്കാൻ പറഞ്ഞിട്ട്, പക്ഷെ എണീറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇപ്പം പോയി ചെക്ക് ചെയ്യും പറയാം. എണീക്കാൻ ചാൻസ് ഇല്ല, ഞാൻ ഇനി ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, ലൈറ്റ് ഇട്ടിട്ടില്ലേ, എണീറ്റിട്ടില്ല. ശരി, അതിന്റെ സ്വിച്ചൊക്കെ എന്ത് ചെയ്യും? ചറ സ്വിച്ച്. പൂട്ടി. എണീറ്റില്ലേ? അയ്യോ, എണീറ്റിട്ടേ ഭക്ഷണം കഴിക്കാൻ പോവാ, വിശക്കുന്നു. വാ. അത് മാത്രം കാണിച്ചാൽ മതി, മറ്റേ കാണിക്കട്ട, സുഖമില്ല. പൂട്ടട്ടോ. ഞാൻ നേരത്തെ എടുത്ത് തണിഞ്ഞിട്ടുണ്ടാവും. ബാട്ടാ, അവൻ കോളിലാണ് ഗൈസ്. അമ്മേ, ഭക്ഷണം കഴിക്കാൻ പോകാം, അവൻ വരുമ്പോ വെറ്റി. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന ബെഡ്. സോറി, മാറിപ്പോയി. ഇവിടെ ഡോർ വെച്ചിട്ടാണ് ഞാൻ. അയ്യോ ദരിദ്ര. ഇന്നിവിടെ ഗസ്റ്റ് ഒന്നുമില്ല. ഈ 2 ദിവസമായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. നമുക്ക് വേണ്ടിയിട്ട് മാത്രം അവര് മുഖം കാണുന്നില്ല അല്ലേ, നമുക്ക് വേണ്ടിയിട്ട് മാത്രം ഫുഡ് ഉണ്ടാക്കിയതാണ്. അതാണ് ഇത്രേ ഉള്ളൂ, ഫുഡ് കുറച്ചുള്ളൂ. ഗസ്റ്റ് ഉള്ളപ്പോഴാണ് ഇവർ കൂടുതലും ബൊഫേ ഒക്കെ ചെയ്യുന്നത്. ഇപ്പം
അക്ഷരം. ഇത് കുറച്ച് പണിയാണ്. സെക്കൻഡ് എവിടെ വയ്ക്കും? പൂരി, ദോശ, ഇഡ്ഡലി ആയിരിക്കും. ഇഡ്ഡലി. ഓക്കെ, ആളും കൂടെ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാം. ഓക്കെ, വിളമ്പട്ടെ, ഒറ്റയ്ക്ക് പറ്റുന്നില്ല. ഇതാണ് ഗുയ്സ് ഭക്ഷണം കഴിക്കുന്ന ഹാള്. കാണിച്ചാ നീ? ആ, ഈ 1-2 ഫാമിലിക്കൊക്കെ വന്നാൽ നല്ല പോലെ സ്റ്റേ ചെയ്യാം അല്ലേ? ആ, സമാധാനത്തിൽ സ്റ്റേ ചെയ്യാം. ഈ ജ്യൂസും ഈ പിന്നെ ചായയും അവരോട് കുടിച്ചിട്ട് കാണിച്ചു തരാൻ പറ. ആരോട്? ഗ്ലാസ് ഇല്ല. അങ്ങനെ ഇതൊന്ന് കുടിച്ച് കാണിച്ചു തരുമോ? ചായ നമുക്ക് ഇങ്ങനെ എടുത്ത് ഒഴിച്ചാലോ? കണ്ണാക്കിലേക്ക് ഒഴിക്കാൻ. ഇത് നീ ചമ്മന്തി എടുത്തിട്ടേ നോക്കറ വർഗീയം. നമുക്ക് മാത്രം ചമ്മന്തി തന്നില്ല. ചമ്മന്തി തന്നിട്ട. എനിക്കാണെങ്കിൽ ചമ്മന്തി ഇഷ്ടം, സാമ്പാർ ഇഷ്ടമില്ല. ഇതണ്ട, ഞങ്ങൾ പഞ്ചാബികൾ അല്ല സിഖുകാർ. തനിക്ക് ഇങ്ങനത്തെ ഞങ്ങൾ സിഖുകാർ പഞ്ചാബികളാണ്. ഞങ്ങൾ പക്ഷെ പഞ്ചാബി ആണെങ്കിൽ ഇത് ഓൾത്ത് എൻ്റെ അടുത്ത് ഉണ്ടായി ഇങ്ങനത്തെ ഒന്നും, പക്ഷെ എടുക്കാൻ മറന്നു. ഇതുണ്ടോ ഗേസ്? ഇവിടെ ഒരു കുരു, എന്താ വേദന. എന്തിങ്ങനെ കുരു? ക്രാഷ് ഗോൾഡ് തേച്ചാൽ പോവും. ഞാൻ തേക്കാത്ത കുറേ ആയി, അതുകൊണ്ട്. ഇതൊന്നോ വിത്തന്നെ ഇത് വിത്ത് പറച്ചിലിട്ട് ശരിക്കും എന്നെ തിന്നാൻ പോകുന്നത്. നീ തിന്നോ? അങ്ങനെ ഭക്ഷണമാണ്. ആ മഞ്ഞ് കാണുമ്പോ എനിക്ക് ഐസ്ക്രീം തിന്നു. പക്ഷെ ഞാൻ ഐസ്ക്രീം തിന്നല്ല. നമുക്ക് ഐസ്ക്രീം ഇഷ്ടമില്ല. ആ, അതാ ബെറ്റർ, നല്ല ബെറ്റർ. ഇത് വേണേക്ക് ഫ്രൂട്ട് ജാം എല്ലാം ഉണ്ട്. ഇതിപ്പോ എങ്ങനെ കുടിക്കല്? എന്നാ അയാളെ വിളിക്ക്, ഓനെ വിളിച്ചിട്ട്. അല്ലപ്പാ, ഇവിടുന്ന് ചായ ഇതിന്റെ ഒന്നിച്ച് കഴിക്കണ്ടേ? ആ, അതല്ലേ ഗ്ലാസ്. ഹലോ ഗേ, വെറുതെ കുറ്റം പറയുന്നു. ഇത് ഗ്ലാസ് അല്ല. അല്ല, ഇത് ഗ്ലാസ് അല്ല ഗേസ്. കപ്പിലേ ചായ കുടിക്കും ഒരാള്. ഈ ഗ്ലാസ് നീ കണ്ടിനാ? നിനക്കില്ലെന്നെ വയ്ക്കുന്നു ചായ. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള റിസോർട്ടുകളല്ലേ അല്ലേ? വേണ്ട, ഫോണൊന്ന് കുറച്ചും ഫോണിന്റെ ചാർജിങ്ങിന്റെ അവിടെ വെള്ളം കയറിയിട്ട് ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് വിചാരിച്ചു വ്ളോഗൊക്കെ തീരുമാനമായി, ഇനി വ്ളോഗൊന്നും എടുക്കാൻ പറ്റില്ല. എന്റെ ഫോണ് പോയി. സത്യം കുറച്ച് കഴിഞ്ഞപ്പോ ഒരാള് പറഞ്ഞു എത്ര പറഞ്ഞറിയാൻ അത് ശരിയാവും. വെയിറ്റ് ആക്ക്, എവിടെ കേക്കുന്നേ ഇല്ല. ഇവിടുത്തെ ചായ അത് പാൽപ്പൊടി തോന്നുന്നു. എനിക്ക് ലൈറ്റ് ചായ ഇഷ്ടം. എനിക്ക് ചായപ്പൊടി ഓവർ ഇഷ്ടമില്ല.
ചായ വേണ്ട. നിനക്ക് ചായ വേണ്ട, നിനക്ക് പാലും വെള്ളം മതി. എടാ അവിടെ എന്ത് ഭംഗി അറിയോ കാണാൻ, എന്തറിയോ? ഞാൻ നോക്കോ, അയ്യോ കണ്ണേ കാണാതെ പോയി. അയ്യോ അത് നമുക്ക് വേറൊരു വ്യൂ പോയിന്റ്. അത് മോളിന്ന് കാണിക്കട്ടാ, ഇവിടുന്ന് കാണുന്നില്ല. അപ്പൊ നമ്മൾ നമ്മള് ഭക്ഷണം കഴിക്കട്ടെ ഗീസ്. വേണ്ടപ്പോ നമ്മൾ നിന്ന് ഓർക്കേണ്ടിട്ട് എന്താണ്, ഭക്ഷണം കഴിക്കട്ടെ, വീണ്ടും വരാം. ബൈ ബൈ. ഹലോ ഗുയ്സ്, അപ്പോൾ ഒരു ഷൂട്ട് കഴിഞ്ഞു. പക്ഷെ പെരുമഴയാണ്, പെരുമഴയല്ല ചീത്തൽ മഴ. പെരുമഴയൊന്നുമില്ല, കുറച്ച് ഓവറാക്കുന്ന സ്വഭാവമുണ്ട്. ഓ ഇതുവരെ അപ്പോൾ ഷൂട്ട് ചെയ്യാം. ഇതുവരെ മഴ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പള്ളിക്ക് പോയിട്ടായിരുന്നു. വെള്ളിയാഴ്ചയാണ്, പള്ളിക്ക് പോകണം. പള്ളി കണ്ടുപിടിക്കണ്ടേ? പള്ളി കണ്ടുപിടിക്കണം എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ പള്ളിയിലെത്തിയിട്ട് കാണാം. അല്ല, പള്ളിയിൽ നിന്ന് എടുക്കുന്നില്ല കേട്ടോ, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണാം. മഴയുണ്ട്. ഇന്നലെ മഴ കൊണ്ടിട്ട് ഫോണിൽ വെള്ളം കയറി, ചാർജ് ആകുന്നുണ്ടായിട്ടില്ല. അയ്യോ, അപ്പം ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്. CPയുടെ വണ്ടി, അത് നമ്മുടെ വണ്ടി, ഇത് അവൻ്റെ വണ്ടി. ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വരാം. പോവല്ലേ? ഇന്നലെ തലകുത്തിയ പോലെ തലകുത്താൻ ഞാൻ തയ്യാറല്ല. അയ്യോ, ഇടട്ടെ. ബ്രോന്റെ പേരെന്താ? ഇവിടെ തന്നെ ആയിരിക്കും അല്ലേ? സൗണ്ട് ഇല്ലാത്തോണ്ടൊന്നും അറിയുന്നില്ല. സൗണ്ട് ഉണ്ടാ? ഓ, സൗണ്ട് ഇടാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അല്ലേ? ഇതിപ്പോ എത്ര ഞാൻ എടുത്തിട്ട് അവിടെ എന്തൊരു കുഴി. പള്ളി അതെ. I am Niyaz. അങ്ങനെ നമ്മൾ പള്ളിയിൽ പോയി റിട്ടേൺ റിസോർട്ടിലേക്ക് തന്നെ പോകുന്നുണ്ട്. ഇവിടെ പള്ളിയിൽ മയ്യത്ത് നിസ്കരിക്കുന്നതിൻ്റെ കണക്ക് പറഞ്ഞത് 236 ആളെ മയ്യത്ത് നിസ്കാരം അല്ലേ? അത് എത്ര ദിവസത്തെ എന്നൊന്നുമില്ല, എന്തായാലും കൂടിപ്പോയി ഒരാഴ്ച ആയിരിക്കൂലേ. ഇത്രയും ആൾക്കാർ മരിക്കുന്നവർ, ഈ ഒരു ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ കഥയെ പറയുന്നത്. വീണ്ടും തിരിച്ച് റിസോർട്ടിലേക്ക് എത്തി.
ഇങ്ങോട്ട് നോക്കിയേ. ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നു ഗേസ്. ഇന്ന് പുതിയൊരു നടനുണ്ടില്ലേ നമ്മളെ കൂട്ടത്തില്. ഇതൊക്കെ പറയും. മറ്റൊരു തണ്ടിന്റെ ആവശ്യമില്ല. ഒരു മിനിറ്റ് കാണിച്ചുതരാം. എന്തൊക്കെ കാലാക്കിയ പോകുന്നു എന്തൊക്കെ ഇങ്ങനെ കാലാക്കിയ പൊങ്ങുന്നു. അതാ ആ എന്ത് വിശ്വസിക്കും? വെറുതെ പറഞ്ഞ വിശ്വസിച്ച് കാലാക്കിട്ട് പൊന്തുന്ന ഒരു വണ്ടിയില്ല ഇപ്പൊ. അത് സ്വിച്ച് വെക്കാലേ പൊന്നു. വിടല്ല, തുറക്കട്ടെ. ആ പട ഞെക്കും, ചാവിയിൽ നിൽക്കും. എന്നിട്ട് ആ കൈ ഫ്രീ ആക്കുന്നത്. അതൊക്കെ അതാടെ സ്വിച്ച് വെക്കുമ്പോ ആവും. അതെ, ഓന് മാത്രം ഉള്ളത്. അടുക്കാൻ പറഞ്ഞാ മതി, അടിയോ നോക്കോ. അടിച്ചാ ഐഷ് എന്താ പറഞ്ഞേ, അടുക്കേ. ആ കണ്ട, അത്രേ ഉള്ളു. കണ്ട, പറഞ്ഞാ കേക്കും. ഓക്കെ ഓക്കെ, അപ്പൊ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് ഗീസ്. മറ്റെടുത്തോ, ഇവിടുത്തെ എടുത്തോ. ഇതെന്റെ തോളാണ്. ലീൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇൻസ്റ്റഗ്രാമിൽ ദ സെയിം റിസോർട്ടിൻ്റെ ഒരു കോണ്ടന്റ് വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അത് ഷൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇത്. അടുത്ത കണ്ടന്റിന് ഡ്രസ്സ് മാറ്റാൻ പോകുന്നു. ആണ് മഴ പണി പറ്റിക്കുന്നത്. മഴ നമ്മളെ വിടുന്നില്ല അല്ലടാ, മഴ വിടുന്നില്ല. മഴ ഭയങ്കര സീനാണ്. ഈ മഴയത്ത് കണ്ടന്റ് ഷൂട്ട് ചെയ്യാന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട്. പക്ഷെ നിങ്ങൾക്ക് വന്നിട്ട് കമന്റ് ഇട്ടിട്ട് കോപ്പി എന്ന് പറയുന്ന ഒരു പണിയില്ല. നല്ല സുഖം. അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ മതി അല്ലേ. കണ്ടന്റ് ചെയ്യാനും അത് ഷൂട്ട് ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനും അത് ഡബ് ചെയ്യാനും ഉള്ള ബുദ്ധിമുട്ടുണ്ടാണ് ഈ 7 days ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാത്തത്. അതിനുള്ള ടൈം കിട്ടുന്നില്ല. പക്ഷെ അത് നിട്ടാൽ വന്നിട്ട് ഞാനായിട്ട് കണ്ടുപിടിച്ച കണ്ടന്റ് അതിന് വന്നിട്ട് പറയുന്നത് കോപ്പിയാണെന്ന് ഓരോരുത്തന്നെ അതേ അറിയാം. അവർക്ക് ആ കോപ്പി എന്നുള്ളത് വേറെ കോപ്പി പേസ്റ്റ് ചെയ്തത്. ആ അതെ, എന്തിനാ അങ്ങനെ? അതെന്നാ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാം. അവരെ പോസ്റ്റിൽ കയറിയെങ്കിലും എന്താ ഉണ്ടായില്ലേ, 0 പോസ്റ്റ്. അല്ലെങ്കിൽ മറ്റേ അതിന്റെ പേര് സ്വന്തം പേരും ആയിരിക്കില്ല അവരെ പ്രൊഫൈൽ ആ കമന്റ് ഇടുന്നവരെ എന്തോ ഫേക്ക് അടിച്ചിട്ട് വരും. തുറക്കുന്നില്ല. ആ അൺലോക്ക്. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ എൻ്റെ ഇതൊക്കെ ഇങ്ങനെ പിടിച്ചു ആയിരിക്കും. അത് കാണിക്കണമല്ലോ ഭഗവാനെ. ഞാൻ ചെരുപ്പ് ഇടണല്ലേ. ഡ്രസ്സ് മാറ്റിയിട്ട് നമ്മൾ വരാം, എന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കാം. ആരുടെ കോസ്റ്റ്യൂം? ആരെ? എൻ്റെ. വേഗം ഒരു ഷർട്ട് ഇട്ടിട്ട് പെട്ടെന്ന് പോരെ. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. വേഗം തന്നെ. അല്ല ഞാൻ എന്തിനാ എനിക്ക് മാറ്റണ്ടേ. യെസ്, അങ്ങനെ ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വാ. ഇന്നലത്തേലും വരുവോ?
കൊച്ചിയിലാണെന്ന് ഷോട്ട് വേറെ എടുക്കുന്നില്ലേ? സിംഗിൾ എടുക്കണേ? സിംഗിൾ സജഷൻ വെച്ചിട്ട് പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളും ചേർക്കാനും പറ്റില്ല. ഇതാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പിലൊക്കെ ചേർക്കാം. നമുക്കൊരു ഗെയിം ഇട്ടാലോ? സമയമില്ല. എന്തിടാ? ഈ കരിമ്പില്ലേ പറിച്ചിട്ടൊക്കെ നിങ്ങൾ പഞ്ചസാര ആയി തന്നെ ഉണ്ടാക്കുന്നല്ലേ? ആ ഇത് കരിമ്പ്. ഈ പൊന്തിക്കുന്നത് കരിമ്പ്. ഈ കാണുന്നത് കരിമ്പ്. എന്താണ് മകളെ മുളയായി? അത് പറിച്ചു വെച്ചതെങ്കിലും ഉണ്ടാ? തൊലി കളഞ്ഞ വെച്ചുണ്ടോ? തൊലി കളഞ്ഞ വെച്ചതുണ്ട്. വേണോ? നല്ലത് വേറെ നല്ല സാധനം. ഇത് ഞമ്മ മറ്റടുത്ത് വാങ്ങുമ്പോ കെമിക്കലൊക്കെ ഉണ്ട്. ഇതാകുമ്പോ ഇവിടെ തന്നെ പറിച്ചിട്ട് ഇവര് തൊലി കളഞ്ഞിട്ട് വെക്കും. പിന്നെങ്ങനെ? എന്താണ് മോളെ? മോളെ അല്ലേ? പറഞ്ഞ് വിശ്വസിപ്പിക്ക. അല്ലാ. അപ്പൊ ഗെയ്സ് ഒന്നുകൂടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ബൈ ചാച്ച. കരിമ്പ് കാണിക്കാൻ വേണ്ടിട്ട് വന്നതാ. ഓക്കെ അവര് പോണോ? അപ്പൊ ഗെയ്സ് എത്തിരാ. അപ്പൊ ഗൈസ് നമ്മളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്രയാവുകയാണ്. അപ്പോൾ യാത്രയാവുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് നിയാസിനെ പൂളിൽ തള്ളിയിടുക എന്നുള്ളൊരു ടാസ്ക് കൂടിയുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു റിസോർട്ട്? അല്ല സോറി, അപ്പൊ ഞാൻ അങ്ങോട്ടേക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു റിസോർട്ട്? അടിപൊളിയായിരുന്നു റിസോർട്ട്. നല്ല അടിപൊളി റിസോർട്ടായിരുന്നു. ഒരു ശല്യമില്ല, ആരും ശല്യമില്ല. എന്റെ കുറച്ച് ടീം ഉണ്ടായിരുന്നു ഇവിടെ, കൊരങ്ങന്മാർ. അവരെ നല്ല രസാ. വയനാട് കാടുകളിൽ മാത്രം കാണുന്ന വംശനാശം വരുന്ന സാധനമാണ്. അത് കാണണമെങ്കിൽ ഇവിടെ തന്നെ വരണം. അതെ അതെ. അല്ല അത് കാണണമെങ്കിൽ നമ്മളെല്ലാം മറ്റേ ഇവിടെ ചുരത്തിന്റെ അങ്ങോട്ട് പോയില്ല. ഇത് ഇവിടെ തന്നെ കാണാൻ നമുക്ക് മരത്തിന്റെ മുകളിൽ. ഇപ്പൊ കാണുന്നില്ല ഒറ്റൊന്നിനെ. എല്ലാം ജോലിക്ക് പോകുന്ന കൊരങ്ങന്മാരാന്ന് തോന്നുന്നു. ഒന്നിനെ ഇവിടെ കാണുന്നില്ല. വൈകുന്നേരം ആകുമ്പോ വരും. ആ രാവിലെ വൈകുന്നേരം. അതെ രാവിലെ കഴിഞ്ഞ അവര് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് പോയി എല്ലാരും. ആ അതാണ് നമ്മ വർക്ക് ഫ്രം ഹോം അല്ല. അങ്ങനെ അപ്പം എന്തായാലും അടുത്ത വ്ളോഗിൽ കാണാം. ശുഭനിദ്ര, സുഖനിദ്ര. ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ, ടാറ്റാ. അഗ്രേജകൾ വീണ്ടും അഗ്രേജകൾ വീണ്ടും ഇതാണ് 90s 80s തന്നെ എത്തി. എവിടെ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലമൊന്നും എനിക്കറിയില്ല. നേപ്പാൾ. തറവാട് വീട് പോലെയുണ്ട്. വീണ്ടും നമ്മളെ അബു സലീമിന്റെ വീട് ഹോട്ടൽ. നമ്മളെ മറ്റേ ബംഗാളി പോലെ ഉണ്ട്. അല്ല ബംഗ്ലോ പോലെ ഉണ്ട്. ബംഗാളിയോ? എന്തടാ എന്ത് പറഞ്ഞ നീ? ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ മായമില്ല, മന്ത്രമില്ല. പിന്നെ അമ്മ എല്ലാവരും മന്ത്രവും മായം ചെയ്തിട്ടാണ് അവിടെ ജീവിക്കണേ. എന്ത് വർത്താനം തോന്നിയ
അല്ല ഞാൻ നിന്റെ കയ്യിൽ തരാൻ നിന്നു. ഞാൻ പാവം എനിക്ക് ഇരിക്കാൻ സീറ്റ് പോലും ഇല്ല പാവം. ഞാൻ കൈ കഴുകട്ടെ. നീ കൈ കഴുകുന്നതെല്ലാം വീഡിയോ എടുക്കണം. അതെന്താ സാധാരണ മനുഷ്യന്മാര് കൈ കഴുകുന്ന പോലെ അല്ലേ നീ കൈ കഴുകുക? പ്രത്യേക തരം കൈ കഴുകല. എവിടെ ഇരിക്കുന്നേ? ആ ചവിട്ടി ഇതാ നീ എന്നെ. കാലിന്റെ അടി കൊണ്ടുവന്നിട്ട് വെച്ച് കാല് വെക്കാൻ ഒരു ഗ്യാപ്പ് വരണ്ടേ? മോനെ ഞാൻ ചവിട്ടി കഴിയാണ്ടല്ലേ തീർന്നു.